ശമ്പളം മുടങ്ങിയതിൽ NHM ജീവനക്കാർ പ്രതിഷേധിച്ചു. മണ്ണാർക്കാട് മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ലഭ്യമാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടന്നത്. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ 2 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. 25 NHM സ്റ്റാഫുകളാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മാസമായിട്ട് 25 പേർക്ക് സാലറി കിട്ടാതിരിക്കുകയാണ്. ഞങ്ങൾ 25 പേർക്ക് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ കുറേ പേരുണ്ട്. മൊത്തം കേരളം മുഴുവനും NHM സ്റ്റാഫിനും സാലറി കിട്ടാതെ ഇരിക്കുകയാണ് ഈ അവസ്ഥയിൽ. അതുകൊണ്ടാണ് യൂണിയൻ ഇടപെട്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നല്ല മീഡിയ സപ്പോർട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രദ്ധയും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 25ഓളം NHM ജീവനക്കാരാണുള്ളത്. അതിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, സ്റ്റാഫ് നഴ്സുകളുണ്ട്, അതുപോലെ ഓഫീസ് വർക്കേഴ്സ് ഉണ്ട്, ആശാവർക്കർമാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളും NHMന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ 2024 ജനുവരി തൊട്ടിട്ട് 2 മാസക്കാലത്തെ ശമ്പളം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ ജൂലൈ തൊട്ടിട്ട് ഞങ്ങൾക്ക് 2023 ജൂലൈ തൊട്ടിട്ട് നമുക്ക് സാലറി ഇൻക്രിമെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല എന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് ശരിക്കും 60% കേന്ദ്രത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ 40% എടുത്തിട്ടാണ് നമുക്ക് NHM ജീവനക്കാർക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും ഇപ്പം സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻസിന് ബുദ്ധിമുട്ടാകട്ടെന്ന് കരുതിയാണ് നമ്മൾ ഇന്ന് 2 മണിക്കൂർ പോലും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാത്തതിന് കാരണം പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടാകട്ടെന്ന് കരുതിയിട്ടാണ്. നമ്മൾ രാത്രി 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. എല്ലാവരും അതുപോലെ 24 ഹവേഴ്സും അതുപോലെ 12 മണിക്കൂറുകളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന NHM സ്റ്റാഫുകളുണ്ട്. ഇവരൊക്കെ ഈ 2 മാസവും സാലറി ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമുക്കും അതുപോലെ നമ്മുടെ കുടുംബത്തിനും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പം ഇപ്പം നടക്കുന്നത് ഒരു സൂചനാ പണിമുടക്കെന്നുള്ള രീതിയിലാണ്. ഇനിയും ഒരു നടപടി അല്ലെങ്കിൽ ഞങ്ങളോടുള്ള അവഗണന ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 18-ാം തീയതിക്ക് ശേഷം പൂർണ്ണമായ ഒരു പണിമുടക്കിലേക്ക് പോകണമെന്നാണ് യൂണിയൻ്റെ തീരുമാനം. അപ്പം അതിനു മുന്നേ നമ്മളെല്ലാവരും നല്ലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. NHMന്റെ കീഴിൽ താലൂക്ക് ആശുപത്രിയിൽ 4 ഡോക്ടർമാർ, 13 സ്റ്റാഫ് നഴ്സ്, 2 ഡാറ്റ എൻട്രി, സീനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, PRO, പാലിയേറ്റീവ് നഴ്സ്, ഓഡിയോളജിസ്റ്റ്, ന്യൂട്രീഷൻ കൗൺസിലർ, ലാബ് ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിൽ ഓരോന്ന് വീതം ജീവനക്കാരാണുള്ളത്. സമരത്തിന് ഡോക്ടർമാരായ ദിവ്യ, മുസ്താന, സ്റ്റാഫ് നഴ്സ് ഷാഹിദ്, PRO ടിൻസ് തോമസ് എന്നിവർ നേതൃത്വം നൽകി.